ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ മറ്റൊരു ഇട്ട് പിന്നെ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളിന്നൊരു CS റാങ്കറുമായിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അടിപൊളി സ്കിഡിലോസ്കി ഒരു മാച്ചാണ്. മാച്ച് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഈ 2 സബ്സ്ക്രൈബർ അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ 70 സബ്സ്ക്രൈബർ കംപ്ലീറ്റ് ആകായിരിക്കും. മാക്സിമം എല്ലാം സപ്പോർട്ട് ചെയ്യുക. 100 സബ് ആകുമ്പോൾ നമ്മൾ ഒരു ഗിവ് എടുക്കുന്നുണ്ട്. 3 പേരുടെ ID ഒന്ന് കമൻറ്റ് ചെയ്യുക. ആരെങ്കിലും 3 പേരുടെ ഹാൻഡുമായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും. അവർക്ക് 3 പേരായിട്ട് നമ്മൾ റൂം കളിക്കുന്നതായിരിക്കും. 1v1 2v2 4v4 3 നമ്മൾ റൂം കളിക്കുക. റൂം കളിച്ചും ജയിക്കുന്നവർക്ക് ക്യാഷ് പ്രൈസും ഉണ്ട്, റെഡി ഗോഡും ഉണ്ട്. GP ഇട്ടാൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ മാക്സിമം എല്ലാവരും UID കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. റാൻഡമായിട്ട് നമ്മൾ എടുക്കുന്നതായിരിക്കും, ഫ്രണ്ട് കോഴ്സ് അയക്കുന്നതായിരിക്കും. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. 2 സബ് കൂടെ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് 70 സബ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് മാക്സിമം 2 സബ്, ഒരു സബ് നിങ്ങളെ കൊണ്ട് പറ്റുന്ന അത്രയും നിങ്ങൾ ചെയ്താൽ മതി. മാക്സിമം ഒരു 2 സബ് നിങ്ങൾ ഒപ്പിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മുടെ ഫാക്ടറിയിലാണ് ഫൈറ്റ് ആയിരുന്ന ഫസ്റ്റ് റൗണ്ടാണ്. നമ്മളിവിടെ നമ്മുടെ ടീമിൽ 3 പേരെ എനിമീസിനെ അടിച്ചിട്ട് പുള്ളി പിന്നെ ആ ടീമേറ്റാണ് നോക്കായപ്പോൾ ഞാൻ ഓടിച്ചെന്ന് പൊക്കാൻ ചെന്നിട്ടുണ്ട്. ഞാൻ അവിടെ ക്രോണായിട്ട് പൊക്കാൻ ചെന്നപ്പോൾ ഓരോരുത്തർ പൊക്കുന്നു. അപ്പോൾ നമ്മൾ ആ നോക്ക് ഫിനിഷാക്കി കൊടുത്ത് നമ്മുടെ ടീമായിട്ട് ഒരു സമയത്ത് നമ്മൾ ഓടി വന്നപ്പോഴത്തേക്ക് നമ്മളെ ഇനിമേ നമ്മളെ അടിക്കും. നമ്മളെ പ്രോണക്കത്ത് കയറിയപ്പോൾ നമ്മൾ വെട്ടാൻ നോക്കി കിട്ടിയില്ല. എന്നിട്ട് നമ്മുടെ ടീമേറ്റ് അവനെ അടിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ടീമേറ്റ് നോക്കായപ്പോൾ നമ്മുടെ ടീമേറ്റിൻ്റെ പൊക്കി ഫസ്റ്റ് റൗണ്ട് തന്നെ അങ്ങനെ നമ്മൾ എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ റൗണ്ട് 2 സ്റ്റാർട്ട് ആയിക്കാണ്. കേപ്പ് ടൗണിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. MP5 എടുത്ത് മസ്ത് കാണിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. നമ്മളിങ്ങനെ നമ്മുടെ ടീമേറ്റിൻ്റെ കില്ലും ഡാമേജൊക്കെ നോക്കി ഈ സമയത്ത് എടുക്കാൻ ബോൺ ഫാക്ടറുണ്ട്. നമ്മൾ അവിടെ പോയി ഇരുന്നും ചാടി നമ്മുടെ തോക്കൊക്കെ സ്വിച്ച് ചെയ്ത് നമ്മൾ ഇങ്ങനെ ആ വാടെടുത്ത് നമ്മളെ വീശിയും നമ്മൾ അവിടെ ഇരുന്നും ചാടി നമ്മൾ അവിടെ നിന്ന് ഓടാൻ നോക്കുന്ന കൊണ്ട് അപ്പോഴത്തേക്ക് അള്ളൊക്കെ വെച്ചു 2 പേര് റൈറ്റ് സൈഡിൽ കൂടെയും ഒരുത്ത ലെഫ്റ്റ് സൈഡിൽ കൂടെയും പോകുന്നത്. പിന്നെ നമ്മൾ നേരെ ഒറ്റ മൈൻഡ് റഷ് ചെയ്യുവാണ്. നമ്മൾ നേരെ വന്നാൽ ഗ്ലൂവാണ് അങ്ങ് എടുത്ത് ഗ്ലൂ എടുത്താൽ ഇവിടെ എനിമി ഉള്ളത് ഇവിടെ എനിമിയെ പോലും കാണുന്നില്ല. നമ്മൾ ചുറ്റും നോക്കി നമ്മുടെ എനിമിക്ക് എവിടുന്നോ നല്ല അറിയിട്ടുണ്ടോന്ന് തോന്നുന്നു. നമ്മുടെ ടീമേറ്റിന് HP നല്ല കോർഡിനേറ്റ് നോക്കായിരുന്നു. അടിച്ച് നമ്മൾ നമ്മുടെ ടീമേറ്റ് എടുത്താൻ ചത്തിട്ടുണ്ട്. അപ്പം നമ്മൾ നേരെ ചാടി നമ്മൾ സ്പെക്ക് വന്നിട്ടുണ്ട്. അവർ നമ്മൾ റീലോഡൊക്കെ ചെയ്ത് അപ്പോൾ നമ്മുടെ ടീമേറ്റ് അടി കിട്ടുന്നത് ഞാൻ വിടുമോ? ഞാൻ നേരെ റീലോഡ് അവൻ ഇപ്പോൾ ഞാൻ അടിക്കുന്ന സമയത്ത് അവൻ ടീമേറ്റ് അടിച്ച് നോക്കാം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുറകെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ടീമേറ്റ് നോക്കായിരുന്നു. ഞാൻ അവിടുന്ന് റീലോഡൊക്കെ ചെയ്തിട്ടാണ് തോക്കൊക്കെ എടുത്താൽ. അപ്പോൾ 3rd റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കേപ്പ് ടൗണിലാണ്. കേപ്പ് ടൗണിൽ നമ്മളിവിടെ മസ് അടിക്കാൻ വേണ്ടി നമ്മൾ UMP എടുത്തിട്ടുണ്ട്. നമ്മുടെ ആ ബെട്ടോത്തി നമ്മൾ കളഞ്ഞിട്ടില്ല. നമ്മൾ 2 ഗ്ലൂവാളൊക്കെ എടുത്ത് നമ്മൾ ഹെൽമെറ്റൊക്കെ എടുത്ത് നമ്മൾ ചാടിത്തുള്ളി നടക്കുകയാണ്. അത് സ്റ്റാർട്ടാകും കുറേ സമയം നമ്മൾ ടീമേറ്റ് ബോൺഫയറൊക്കെ തന്നിട്ടുണ്ട്. നമ്മൾ അവിടെ ഇച്ചിരി ബോൺഫയറൊക്കെ അടിച്ച് അവിടെ നിൽക്കുമ്പോൾ സമയത്ത് അത് അല്ലോ വരട്ടെ. പിന്നെ നമ്മൾ നേരെ ഒന്നും നോക്കിയില്ല, നേരെ റഷ് ചെയ്ത് നമ്മൾ നേരെ അങ്ങോട്ട് എനിമി ചാടിയോട് വരുന്നൊക്കെ കാണാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ അവിടെ പോയി നിൽക്കുന്നു. ഇവിടുത്തെ അതിൻ്റെ പുറകെ കൂടെ പോകാൻ നോക്കുന്നത്. ഇവരൊക്കെ നമ്മൾ പണ്ടേ കണ്ടേ അഴിപ്പോൾ അവിടെ ചെന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോൾ തോന്നി പമ്മി ഓടുന്നവൻ. അവനെ പിടിക്കാൻ നല്ല രീതി നമ്മൾ ടീമായിട്ടും 3 പേരുണ്ടായിരുന്നു. നേരെ റഷ്യ പാവം കണ്ടല്ലോ വിചാരിച്ചാൽ കയറിയത്. ബട്ട് അടുത്ത അബദ്ധവശാലാണ് നമ്മളെ കണ്ടു. പിന്നെ ഒന്നും ചിലപ്പോൾ എടുത്ത് മാറി പിന്നെ സൈഡിൽ പോയി നിന്നു. അവൻ ചാടുമെന്ന് വിചാരിച്ച് അവിടെ പോയി നിന്നു. ഞാൻ നേരെ അപ്പുറത്തെ സൈഡിൽ വന്നു. ഞാൻ അവൻ ചാടുവന്ന് ചാടിയില്ല. പിന്നെ ഒറ്റ മൈൻഡ് റഷ്യന്ന് വെച്ചു. ഞാൻ ചെന്ന് കേസിലും ടീമിൽ പോഴച്ചെന്ന് അവൻ ഞങ്ങൾ തീർത്തിട്ടുണ്ട്. നമ്മളായിട്ട് കാശിന് കില്ല അവന്മാർ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ലോങ്ങി നോക്കി നമ്മൾ ടീമായിട്ട് അടിക്കും. നമ്മൾ 17 ഡാമേജ് കൊടുത്തെങ്കിൽ നമ്മൾ ഒറ്റ മൈൻഡ് 3 പേരുടെ ഒറ്റ മൈൻഡ് റഷ് ചെയ്ത് നേരെ കയറുകയാണ്. അപ്പോൾ ഇപ്പോൾ കളി എനിക്ക് 2-0 അപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് സപ്പോർട്ടൊക്കെ കൊടുക്കുകയെന്ന് വിചാരിച്ചാൽ നിന്നെ. ബട്ട് അവിടെ നമ്മളെ ഫേവറേറ്റ് ഗൺ അവിടെ ട്രോഫി വന്ന് കിടപ്പുണ്ട്. ഇവിടെ ഗ്ലൂവാളം തന്നെ നമുക്ക് താവരെ ഇട്ടിട്ടുണ്ട്. അവള് ഗൺ എടുക്കാന്ന് വെച്ചാൽ MP5 ലെവൽ 3 ആണ്. നമ്മളത് എടുക്കാമെന്ന് വിചാരിച്ചാണ്. പിന്നെ ടൈം കിട്ടില്ല. അപ്പോൾ നമ്മൾ എടുത്ത് വന്ന അവിടെ 34 ഡാമേജ് കൊടുത്താണ് കില്ല കുമ്മിയിട്ടുണ്ട്. നമ്മുടെ ടീമായിട്ട് ഓൾറെഡി ലോങ്ങി നടക്കും. ഞാൻ ഗ്ലൂ ഇടാനൊരു പറ്റുന്ന പോലും ഇല്ല. എൻ്റെ ഗ്ലൂ വാൾ ഞാൻ നെക്കിനൊക്കെ വലിയ ഗ്ലൂ വാൾ വന്നില്ല. പിന്നെ നമ്മൾ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. പക്ഷേ ലാസ്റ്റ് നമ്മുടെ ടീം 2 പേരും എനിമീസിൽ 2 നോക്കും ഒരുത്തനുള്ളായിരുന്നു. നമ്മുടെ ടീമിനെ കുറച്ച് അടി കിട്ടിയെങ്കിലും ആ ഷാം വീല് ഓളൊപ്പം കാച്ച് അടി കൊടുത്ത് അവരെ ഫിനിഷ് ചെയ്ത് നമ്മുടെ 3 വിക്ടറി അടിച്ചിരിക്കുകയാണ്. ടീമേറ്റ് മസ്റ്റ് കാണിച്ച് പവർ കാണിച്ചിരിക്കുകയാണ്. റിവൈവ് ചെയ്ത് അടുത്ത ലാസ്റ്റ് റൗണ്ട് 4 വന്നിരിക്കുന്ന പീക്കിലാണ്. അങ്ങനെ 4ാമത്തെ റൗണ്ട് സ്റ്റാർട്ടായിരിക്കണം. 4ാമത്തെ റൗണ്ട് വരുന്ന പീക്കിലാണ്. നമ്മൾ ഗണ്ണെടുത്തിട്ടുള്ള UMP ഒരു ഗ്ലൂവാളുമാണ്. പിന്നെ നമ്മളൊന്ന് വിചാരിച്ചു AW ഒന്ന് സെറ്റ് ആവുമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ബാക്ക് അടിച്ച് നമ്മൾ MP40 എടുത്ത് പിന്നെ ഒരു ഗ്ലൂ വാളും എടുത്ത് ഹെൽമെറ്റും എടുത്ത് നമ്മളിവിടെ പവറായി നിൽക്കുകയാണ്.
അപ്പം അങ്ങനെ റൗണ്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ചാടി ഓടി ചെന്ന് നമ്മൾ ഫസ്റ്റ് തന്നെ ചെല്ലുള്ളൂ. പുറഭാഗം ഫസ്റ്റ് തന്നെ ഓടി ചെന്നിട്ടുള്ളൂ. നമ്മൾ ചെല്ലുന്ന സമയത്ത് എനിമകളല്ല സാധാരണ അവിടെ തന്നെയാണ് വരാവുള്ളൂ. എന്നിട്ട് മൈൻഡ് സെറ്റ് വെച്ച് നമ്മൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ എനിമ വരാൻ വേണ്ടി ജസ്റ്റ് വെയിറ്റ് ചെയ്ത് എനിമയെ നോക്കിയിട്ട് കാണുന്നില്ല. നമ്മൾ നേരെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പം ഒരുത്തോണ്ട് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഒന്നും നോക്കിയില്ല, നേരെ കണ്ണെടുത്ത് ആൾ കുറച്ച് ഡാമേജ് കൊടുത്ത് അവൻ ഗ്ലൂ ഇട്ട്. ആ ഗ്ലൂ ഇട്ടപ്പോൾ നമ്മൾ അടുത്ത റഷ് ചെയ്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗ്ലൂ ഇട്ട് അപ്പോഴത്തെ വരുന്ന വെച്ച് ഗ്ലൂ ഇട്ടപ്പോൾ നമുക്ക് ഡാമേജ് നമ്മൾ ക്രോണായിട്ട് അവനെ അടിച്ച സമയത്ത് നമ്മൾ കറക്റ്റ് സമയത്ത് നമ്മൾ ടീമേറ്റ് വന്ന് സപ്പോർട്ട് ആയിട്ടുണ്ട്. ഇപ്പോഴത്തേക്ക് അവരുടെ ടീമേറ്റ് നമ്മൾ നോക്കാക്കി, നമ്മൾ ടീമേറ്റ് നോക്കായിട്ടുണ്ട്. പക്ഷെ അവൻ ആടെ ടീമിൽ 2 പേര് നോക്കായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടീമിൽ 3 ആൾ നോക്കട്ടെ. അവൻ നമ്മുടെ ഇനിമി നമ്മൾ നോക്ക് നമ്മളെ പൊക്കിയിട്ടുണ്ട്. നമ്മൾ ഇമോട്ട് അടിച്ചെന്ന് തോന്നുന്നു, നമുക്ക് കാണാൻ പറ്റത്തില്ല. നമ്മൾ ഇമോട്ട് അടിച്ചാൽ നമ്മുടെ നോക്കാക്കി അവൻ ഫിനിഷ് ആയതുകൊണ്ട് ലാസ്റ്റ് മാൻ നമ്മൾ ഈ 1 minute ഡിസ്റ്റേഷൻ അടുപ്പിച്ചിട്ട് അവൻ നോക്കെടുത്തിട്ടുണ്ട്. നോക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അവൻ നോക്ക് ഫിനിഷ് ചെയ്ത് അമ്മ കയറി വരെ നോക്കിയിരിക്കുകയാണ്. ഒരുത്ത കയറി വന്നാൽ ബ്ലൂ അടിച്ച് കിട്ടിയില്ല. നേരെ എബ്രിച്ചിട്ട് മാറി കഴിഞ്ഞാൽ പൂരത്തിന് ചാടി വന്ന് അവന് കുറച്ച് ഡാമേജ് കൊടുത്ത് അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ ആടി അവൻ അങ്ങ് നോക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും മറ്റവൻ അടിക്കുന്നു, മറ്റവൻ ഇപ്പോഴത്തെ വന്ന് കവർ എടുത്ത് അവിടെ നോക്കിയിരിക്കുവാണ്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു മെഡിക്കത്തെ കഴിച്ച് സമാഹാരത്തില്ല, ഒരു വരത്തില്ല, മറ്റേ കുറെ പറ്റുന്നു. അപ്പം തന്നെ അവൻ നമ്മുടെ വാക്ക് കേട്ട് അവൻ അവിടെ ചെന്നിട്ടുണ്ട്. ചെന്നപ്പോൾ ഇനി ഉളത്താനുണ്ട്. അവൻ ഗ്ലൂ ഇട്ടാൽ ഇങ്ങോട്ട് ചാടുന്നത് നിർത്തി. അവൻ ചാടിട്ട് അപ്പുറത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അവൻ അവിടെ നോക്കിപ്പോൾ അവൻ അവിടെ ഇല്ല, അവൻ ഇപ്പോഴത്തെ ആടിയിട്ടുണ്ട്. അവനവിടെ വെയിറ്റ് നിൽക്കുവാണ് എനിമി വെറുതെ നോക്കി. അവനവിടെ വെയിറ്റ് നിന്നതിന് ശേഷം അവൻ എന്തൊക്കെയോ എടുത്ത് റിയാമെൻ്റ് എടുത്തപ്പോൾ ബോൺഫയർ എടുത്ത് നമ്മളൊരു ലൈക്കും കൊടുത്ത് ഒരു 50 രൂപയും കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ പവറായിട്ട് ഒരു ഹെഡൊക്കെ അടിച്ച് പവർ അടിച്ചിട്ട് നോക്കൊക്കെ എടുത്തിട്ടുണ്ട്. അവൻ നോക്കോ പൊക്കുന്നുണ്ട്. എന്നിട്ട് എനിമി കവർ എടുത്തു. പിന്നെ ടീമിന് 2 അടി പറ്റിയില്ല. പിന്നെ കുറച്ച് ഡാമേജ് കൊടുത്തു. നമ്മൾ ടീമിന് 4 അടി കിട്ടി. എന്നിട്ട് അവൻ ഗ്ലൂ ഇട്ടു. മറ്റവൻ നോക്ക് എടുത്തു. ആ നോക്കെടുത്ത സമയത്ത് നോക്കാൻ ഫിനിഷ് ആക്കിയിട്ടുണ്ട് പൊങ്ങാതിരിക്കാൻ വേണ്ടി. മറ്റവനെ നോക്കിയിരുന്ന സമയത്ത് അവൻ എവിടുന്ന് വരുന്ന പോലും കാണില്ല. അവൻ മെഡിക്കറ്റൊക്കെ അടിച്ച് മറ്റവൻ എന്തൊക്കെ വലിച്ചെറിഞ്ഞ് ഇവർ ദിശ മാറ്റി. അവനോ നേരെ ഓടിയപ്പോൾ സൂൺ വന്നായിരുന്നു. പക്ഷേ ഡാമേജൊക്കെ കിട്ടിയിട്ടും അവൻ നേരെ സൂണിനകത്ത് കയറി ഹീലൊക്കെ ചെയ്ത്. അപ്പോൾ മറ്റവൻ എനിമി അടിച്ച സമയത്ത് അവിടെ നോക്കിയിരുന്നു. മറ്റവൻ ഇതുവഴി വരുമ്പോൾ നോക്കിയത് ലോങ് റേഞ്ച് കണ്ണൊക്കെ എടുത്ത് കൈ വെച്ചെങ്കിൽ മറ്റവൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് തന്നെ ചാടി വന്ന് ഇവനങ്ങ് അടിച്ച് അവൻ നല്ല പോലെ സ്വിച്ചുള്ള സമയത്ത് ഇവനങ്ങ് അടിച്ച് നമ്മളെ എനിമി കളി എടുത്തിട്ടുണ്ട്. 3-1 അടിപ്പോൾ കളി നിൽക്കുന്നത്. മറ്റേ എനിമി അടിച്ച് കാണിക്കുന്നുണ്ട്. ഈ റൗണ്ടിൽ നിന്ന് നമ്മൾ പിടിക്കുന്ന അവിടെ നിൽക്കുകയാണ്. നിന്ന സമയത്ത് നമ്മളത് തോക്കെടുക്കണം വെച്ചാൽ നമ്മൾ UMP എടുക്കാന്ന് വെച്ച് പിന്നെ വിചാരിച്ച് വേണ്ടത്. പിന്നെ ലോങ് റേഞ്ച് ട്രൈ ചെയ്ത് നമ്മൾ AWY എടുത്തിട്ടുണ്ട്. എടുത്ത് നമ്മൾ അവിടെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ടീമേറ്റ് ഒന്നും അനങ്ങുന്ന പോലില്ല. അവിടുത്തെ അനങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചാനലായാലും സബ് ചെയ്യാതെ കാണുന്നുണ്ട്. മാക്സിമം സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തും മാക്സിമം സഹായിക്കുക. അപ്പോൾ ഒരു റൗണ്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. റൗണ്ട് തുടങ്ങിയ ഫസ്റ്റ് നമ്മൾ ഓടി ചെന്ന് നേരെ അവിടെ റോപ്പിൻ്റെ അവിടെ കിടന്ന് AWY 2 അവിടേക്കുള്ള പ്രയാണത്തിൽ നമ്മൾ അവിടെ നിന്നു. എനിമി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പോൾ ട്രോഫിയിലെ ഫസ്റ്റ് റിവാർഡ് നമ്മൾ ടീമായിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് സെക്കൻഡ് ഇവിടെ AW നോക്സ് വേണം തന്നെ ഉറപ്പിച്ചുകൊണ്ട് നമ്മൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ AW എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എനിമി അടിക്കാൻ വേണ്ടി പൊക്കോണ്ട സമയത്തിൽ അവിടെ നിന്ന് അടിക്കുന്നുണ്ട്. നമ്മൾ എന്നിട്ട് അവിടെ ഇരുന്നിട്ട് നോക്കിയപ്പോൾ അവരും കാണുന്നില്ല. അവിടെ പിന്നെ റൗണ്ട് അടിച്ച് അവിടെ തന്നെ നിന്നു. എന്നിട്ട് ഒരു തന്നെ കാണുന്നില്ല. ബാക്കി ആകുമ്പോൾ ഫൂട്ട് അടിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വനങ്ങാൻ അവിടെ തന്നെ ഇപ്പോഴത്തെ അടിക്കാൻ ചെന്ന സമയത്ത് അവിടെ കവർ എടുത്ത് നോക്കിയിരിക്കുന്നത് കണ്ടുകൊണ്ട് ഇപ്പുറത്ത് വന്ന് ലോങ് ഇരിക്കുന്നവൻ അടിയാൻ തന്നെ വിചാരിച്ച് അവിടെ നിന്ന് ഇവിടുത്തെ വെള്ളോട്ട് വന്ന് ക്രോണയിട്ട് അവിടെ നിന്നു. അവൻ നോക്കാതിരിക്കാൻ വേണ്ടി അവൻ്റെ എബിലിറ്റിയൊക്കെ യൂസ് ചെയ്യാൻ ഇപ്പോൾ നമ്മളിവിടെ ക്രോണയ്ക്കകത്തും വെളിയിലോട്ടൊക്കെ മാറില്ല. ഇപ്പോൾ എന്നിട്ട് അവൻ വരും നമുക്ക് അടി കൊടുത്താൽ നമുക്ക് ഗ്രനേഡ് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ക്രോണയ്ക്കകത്താണ്ട് ഒന്നും പറ്റിയില്ല. എന്നാൽ ടീമേറ്റ് റഷ് ചെയ്ത സമയത്ത് അവൻ നമ്മൾ ടീമേറ്റ് നോക്കെടുത്തിട്ടുണ്ട്. അവൻ വെളി വരെ നോക്കി അവനെ ഒറ്റടി കൊടുത്ത് നോക്കാക്കി ആ കില്ല ഫിനിഷ് ആയ സമയത്ത് ഇത് 2 റഷ് ചെയ്യുന്നു. ഒരു അടി കൊടുത്ത് ഡൗൺ ആവാറായ നമ്മൾ ബ്ലൂ ഇപ്പോഴത്തെ വന്നപ്പോൾ അവൻ നോക്കാക്കി നമ്മുടെ ടീമെ കഴിഞ്ഞിരിക്കുകയാണ്. വായ്പായി അന്നേരം നെക്സ്റ്റ് റൗണ്ട് ഉറപ്പായിട്ട് പിടിയുന്ന ഒറ്റ മൈൻഡ് അവനോട് നിൽക്കുകയാണ്. അപ്പോൾ അടുത്ത റൗണ്ട് അവിടെ നോക്കാൻ വേണ്ടി അവനോട് നിന്ന സമയത്ത് അടുത്ത റൗണ്ട് 6 ആണ്. അപ്പോൾ നമ്മൾ AW എടുത്ത് കളിയാൻ തന്നെ വിചാരിച്ചു. നമ്മൾ AW എടുത്തിട്ടുണ്ട്, ഒരു UMP എടുത്തിട്ടുണ്ട്. UMP എടുത്തുമ്പോൾ നമ്മളിവിടെ ചാടി ഓടി ചെല്ലുന്നുണ്ട്. നമ്മുടെ ബിഗ് കൈ വെച്ച് നമ്മൾ ചാടി ഡയറക്റ്റ് അവരുടെ ബാക്കിൽ നിന്നുള്ള പ്ലാനിലാണ് പോയത്. നമ്മൾ നേരെ ഒറ്റ ഓട്ടത്തിൽ നമ്മൾ അപ്പുറത്ത് ചെല്ലാൻ ചെന്നു. ഞാൻ അപ്പുറത്ത് ഒറ്റ ചാട്ടത്തിൽ നമ്മൾ അപ്പുറത്ത് ചെന്നിട്ടുണ്ട്. അപ്പുറത്ത് ചെന്ന് അവന്മാരെ അടിക്കുന്നവിടെ കണ്ടു. നമ്മളെ എനിമി നല്ല രീതിക്ക് ഡാമേജ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാനിവിടെ നിന്ന് എല്ലാം എവിടെ അനുസരിച്ച് നോക്കാൻ നിന്ന് കൊടുത്ത് നോട്ട് അവിടെ ഇരിക്കുന്നു. അവരുടെ ഹെഡിനടിക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല. ഒരു 150 കൊടുത്തു. പിന്നെ അവർ റഷ്യ നേരം ഇങ്ങോട്ട് വരുമായിരുന്നു. കറക്റ്റ് സമയത്തായിരുന്നു നമ്മുടെ ടീമിൻ്റെ ഹെൽപ്പ് വന്നു. നമ്മൾ അത് നോക്കാൻ ഫിനിഷ് ചെയ്യുമ്പോൾ ക്രോണായിട്ട് നിന്ന സമയത്ത് അവൻ എന്തൊക്കെയാണ് വലിച്ചെറിയുന്നത്. അതായത് ഞാൻ 150 കൊടുക്കാൻ നോക്കി പറ്റിയില്ല. പിന്നെ ഗ്രനേഡൊക്കെ വലിച്ചെറിയുന്നുണ്ട്. ഞാൻ ഗ്രനേഡ് എറിയാൻ നോക്കിയിട്ട് എൻ്റെ ഗ്രനേഡില്ല, ബോൺഫയർ ഇട്ടു. ഞാൻ കുറച്ച് ഡാമേജ് കൊടുത്തു. ഞാൻ ഡാമേജ് കൊടുത്ത് ഞാൻ കുത്തിപ്പിടിച്ചല്ല ലോക്ക് എടുത്താൽ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഞാൻ ബോൺഫയർ ഇട്ടാണ്. എന്നാലും അടിയിട്ടെങ്ങാണെന്ന് അറിയാം. നമ്മുടെ ടീം 2 പേര് മാത്രമേ ഉള്ളൂ. ബാക്കി അവന്മാർ 3 പേരുണ്ട്. നമ്മുടെ ടീമായിട്ട് എടുത്ത് നമ്മൾ റഷ് ചെയ്ത് പോവാണ്. അപ്പോൾ ചേർക്കാൻ ലൈക്കൊക്കെ കൊടുത്താണ് വിട്ടിട്ടുണ്ട്. നേരെ ആൻസറും ഗ്ലൂ ഇട്ടൊക്കെ ചെല്ലുന്നുണ്ട്. MP5 എടുത്തപ്പോൾ ടീമായിട്ട് നോക്കായിട്ടുണ്ട്. അവിടെ 2 പേര്
എന്നിട്ടൊരു കിട്ടിലമ്പത്തെ ഹെഡും കൊടുത്ത് അവൻ നോക്കായിട്ടും ചെറുക്ക് എവീറ്റെ യൂസ് പെട്ടെന്ന് ചെല്ലുന്നു എന്നിട്ടാണ് കുറച്ച് നാവൽ കൊടുത്ത് അവൻ ദിമിത്രിയിട്ട് ചെറുക്കനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് അവൻ ഇമോട്ട് അടിച്ച് ഇതാണ് ഞാൻ പറഞ്ഞത് അവൻ ഇമോട്ട് അടിയാണ് ഇമോട്ട് അടിച്ച് ഫുൾ നമ്മുടെ ടീമെ ഫുൾ ഈഗോ അടിച്ച് അപ്പോൾ അത് പറയുന്നത് നമ്മുടെ മാച്ചോട് സ്റ്റാർട്ടായിട്ടോ നമ്മുടെ UMP ഒരു ഇടപെടി എടുത്ത് നമ്മൾ നേരെ അവിടെ കത്തിച്ച് വിടുകയാണ് ഇടപെടി എടുക്കാൻ വെച്ചാൽ പിന്നെ എടുത്തില്ല ക്രോസ് എക്സോട്ട് കാശ് നമ്മുടെ പിള്ളേർ രണ്ടുപേരും മണ്ടേ കൂടെ പോകുന്നുണ്ട് ഞാൻ നേരെ ഇതുവരെ നമ്മൾ പോരെ കൂട്ടാൻ ഓടി ചെല്ലുകയാണ് ഓടി ചെല്ലുമ്പോൾ ഞാൻ പിള്ളേരെ നല്ല അടി കിട്ടുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവോട്ടിട്ടവർ അത് ഇവിടെ ചെയ്യുന്നു നമ്മൾ അവനെ കുത്തി പിടിച്ച് അവൻ നോക്കെടുത്തിട്ടുണ്ട് നോക്കെടുത്തിട്ട് ഹെഡൊക്കെ കൊണ്ട് നോക്കാക്കി നമ്മൾ ചുറ്റും ഗ്ലൂ ഇട്ട് അവരെ കൊടുക്കാനുള്ളതെല്ലാം കൊടുത്ത് തീർത്തിട്ടുണ്ട് ഞാൻ ഫിനിഷ് ആക്കി നമ്മൾ എന്നിട്ട് ഇപ്പോൾ താഴെ ചാടി അപ്പോഴത്തെ എനിക്ക് താഴെ ചാടി നമ്മൾ ഓടിച്ച് നമ്മുടെ ടീമേറ്റിനെ അടുത്ത് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ചെന്ന് നമ്മൾ റെസ്റ്റൊക്കെ റിപ്പയർ ചെയ്ത് നേരെ അങ്ങോട്ട് ഓടി ചെന്നപ്പം നമ്മുടെ ടീമേറ്റ് ഒരുത്തനോടെ നോക്കെടുത്തിട്ടുണ്ടായിരുന്നു നോക്കെടുത്ത് കഴിഞ്ഞ് നമ്മൾ പാടത്തിൽ കൂടെ ഒക്കെ മണ്ടക്കേറി ചെന്ന് നമ്മുടെ കൈ കിട്ടിയതൊക്കെ നമ്മൾ വലിച്ചെറിഞ്ഞ് നമ്മുടെ ടീം എന്നെ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഇനി ലാസ്റ്റ് മാൻ ഒരുത്തനോടുള്ള ബാക്കി അപ്പോഴത്തെ ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെ ആണ് ഗംഭീര ഫൈറ്റ് ആയിരുന്നു ടീമേറ്റ് നോക്കാം അപ്പോഴത്തേക്കാണ് കളി നമ്മൾ ബുയ അടിച്ചിട്ടുണ്ട് നമ്മൾ ഇമോട്ട് അടിച്ചാൽ തിരിച്ചടിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി സബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പം അടുത്തൊരു വീഡിയോ കാണാം.